ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ കിങ് ഹെറാൾഡിനെ കുറിച്ചാണ്. നമുക്കറിയാം കിങ് ഹെറാൾഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്. എന്നിരുന്നാലും കൂടി നമ്മുടെ കിങ് ഹെറാൾഡ് എത്രമാത്രം പവർഫുള്ളാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട്. ഇന്ന് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാത്രം വീഡിയോ കാണുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം കിങ് ഹെറാൾഡ് നമ്മുടെ എൽബാഫിൻ്റെ കിങ് ആയിരുന്നു. അതും പോരാഞ്ഞിട്ട് നമ്മുടെ കിങ് ഹെറാൾഡ് ആയിക്കോട്ടെ വേൾഡ് ഗവൺമെൻറ്റിൽ ചേരാൻ വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ കിങ് ഹെറാൾഡ് ആയിക്കോട്ടെ നമ്മുടെ റോക്സ്ലി സെബക്കിൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മുടെ കിങ് ഹെറാൾഡും റോക്സ്ലി സെബക്കും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുമോ അതൊരു ഡ്രോയിലായിരുന്നു അവസാനിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ റോക്സ് ഒരു അഡ്മിറലിനെ കൊന്നിട്ട് മെറീജു എന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള റോക്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതൊരു ഡ്രോയിൽ അവസാനിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കിങ് ഹെറാൾഡ് എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കിങ് ഹെറാൾഡ് നമ്മുടെ വൈറ്റ് ബീഡിനെക്കാളും റോജറിനെക്കാട്ടും ഒക്കെ പവർഫുൾ ആയിരുന്നു എന്ന്. ഒരു പക്ഷേ നമ്മുടെ കിങ് ഹെറാൾഡ് ആ ടൈമിൽ നമ്മുടെ വൈറ്റ് ബീഡിനെക്കാട്ടും റോജറിനെക്കാട്ടും പവർഫുൾ ആയിരിക്കാം. പക്ഷേങ്കിൽ വൈറ്റ് ബീഡിൻ്റെയും റോജറിൻ്റെയും പ്രൈം ടൈം ആയിരുന്നില്ല നമ്മുടെ ഗോൾഡ് വാലി നടക്കുന്ന സമയത്ത്. നമ്മുടെ ഓട പറയുന്നുണ്ട് നമ്മുടെ റോജറിന് വലിയ മീശ വരുന്ന സമയത്താണ് റോജറിൻ്റെ പ്രൈം ടൈം എന്ന്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഗോൾഡ് വാലിയിലുള്ള സമയത്ത് വേണമെങ്കിൽ നമ്മുടെ കിങ് ഹെറാൾഡ് നമ്മുടെ റോജറിനേക്കാളും വൈറ്റ് ബീഡിനേക്കാളും ഒക്കെ പവർഫുൾ ആയിരിക്കാം. എന്നാൽ നമ്മുടെ ഹെറാൾഡിൻ്റെയും അതുപോലെ തന്നെ റോക്സിൻ്റെയൊക്കെ മരണത്തിന് ശേഷം നമ്മുടെ റോക്സും വൈറ്റ് ബീഡും ഇവരൊക്കെ നമ്മുടെ കിങ് ഹെറാൾഡിനെ സർപ്പാസ് ചെയ്തിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ആ ടൈമിലുണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഏകദേശം ഈക്വൽസ് ആയിരുന്നു. നമുക്കറിയാം ഗാർപ്പ്, റോജർ, റോക്സ്, വൈറ്റ് ബീഡ്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ പൈരറ്റ്സ് അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആ ടൈമിലുണ്ടായിരുന്നു. അതിൽ ഈക്വൽ ലെവലിൽ തന്നെയുള്ള ആരായിരിക്കാം വേണമെങ്കിൽ നമ്മുടെ കിങ് ഹെറാൾഡ്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കിങ് ഹെറാൾഡ് ഇത്രമാത്രം പവർഫുൾ ആണെന്ന് ഇപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ലോക്കി എത്രമാത്രം പവർഫുൾ ആയിരിക്കും. എന്തായാലും നമ്മുടെ ലോക്കി കിങ് ഹെറാൾഡിനെക്കാട്ടും പവർഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ ലോക്കി അവിടെയുള്ള ലോക്കി നമ്മുടെ ലൂഫിനെക്കാട്ടും പവർഫുള്ളാണ്. അതുപോലെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ലോക്കി ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലോക്കി മറ്റുള്ള സ്ട്രോ ഹാറ്റ്സിനെക്കാട്ടൊക്കെ വളരെ പവർഫുൾ ആയിരിക്കും. അവർക്കൊക്കെ നമ്മുടെ ലോക്കിനെക്കാട്ടും പവർഫുള്ളായി മാറേണ്ടതായിരിക്കും. നമുക്കതിൻ്റെ സോറോ എന്തായാലും നമ്മുടെ ലോക്കിനെക്കാട്ടും പവർഫുൾ ആയിരിക്കും എൻഡ് ഓഫ് ദ സീരീസ്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഈ ആർക്ക് തന്നെ നമ്മുടെ സോറോന് നല്ല രീതിക്കുള്ളൊരു പവർപ്പ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ സാഞ്ചിക്കും നല്ല രീതിക്കുള്ളൊരു പവർപ്പ് കിട്ടിയേക്കും. ഇനി നമുക്ക് ഹെറാൾഡിലേക്ക് തന്നെ വരാം. ഹെറാൾഡ് വളരെ പവർഫുൾ ആണെന്ന് ഈ ഒരു കാര്യത്തോടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നത് ആ ടൈമിലുണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഏകദേശം ഈക്വൽ ഫൂട്ടിങ്ങിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നമ്മുടെ ഹെറാൾഡ് നമ്മുടെ വൈറ്റ് ബീഡിനേക്കാളും അതുപോലെ തന്നെ ഗാർപ്പിനേക്കാളും അതുപോലെ തന്നെ റോജറിനേക്കാളും ഒക്കെ പവർഫുൾ ആയിരുന്നു അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഹെറാൾഡ് ഒരു ടൈമിൽ അവരെക്കാളൊക്കെ പവർഫുൾ ആയിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മുടെ റോജറും വൈറ്റ് ബീഡൊക്കെ അവരെ സർപ്പാസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരെല്ലാം ഈക്വൽ ഫൂട്ടിങ്സിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സംബന്ധിച്ച് കാണുന്നവരെ ബൈ ബൈ.